നമസ്കാരം. നമുക്കറിയാം ടെലികോം മേഖലയിൽ ഇന്ന് നല്ല രീതിയിലുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് പ്രൈവറ്റ് കമ്പനികളൊക്കെ ചാർജ് വർദ്ധിപ്പിച്ച സമയത്ത് എല്ലാവരും BSNLിലേക്കാണ് വന്നത്. അപ്പം കുറഞ്ഞ തുകയ്ക്ക് കൂടുതൽ വാലിഡിറ്റി നൽകുന്ന പ്ലാനുകൾ BSNLാണ് നിലവിലുള്ളത്. ഈ കഴിഞ്ഞ ദിവസം 107ൻ്റെ പ്ലാനായിരുന്നു ഏറ്റവും കുറഞ്ഞത്. ആ 107ൻ്റെ പ്ലാനിൽ കഴിഞ്ഞ ദിവസം അവർ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും BSNL 2 പുതിയ പ്ലാനും കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ആദ്യത്തെ പ്ലാൻ വരുന്നത് 147ൻ്റെ ആണ്. 147ൻ്റെ പ്ലാൻ നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്ലാൻ തന്നെയാണ്. നേരത്തെ നമുക്കിതിന് 28 ദിവസത്തെ കാലാവധിയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 30 ദിവസമാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ ടോട്ടൽ ഡേറ്റ വരുന്നത് 30 ദിവസത്തേക്ക് നമുക്ക് 10 GB ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഇതിനകത്തിൽ അൺലിമിറ്റഡ് കോൾ ഉണ്ട്. ലോക്കൽ STD കോൾ അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ SMS ഇതിനകത്തിൽ കിട്ടത്തില്ല. SMS അയക്കണമെന്നുണ്ടെങ്കിൽ 10 രൂപയുടെ ടോപ്പപ്പ് എക്സ്ട്രാ ചെയ്യണം. എങ്കിൽ മാത്രമേ SS അയക്കാൻ സാധിക്കത്തുള്ളൂ. 10 രൂപയെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കുറഞ്ഞ പ്ലാനാണ് 10ൻ്റെ പറഞ്ഞത്. 10, 20, 30, 50, 100 അങ്ങനെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ടോപ്പപ്പ് ചെയ്താൽ SMS അയക്കാൻ സാധിക്കും. ബാങ്കിൻ്റെ ഒക്കെ ആപ്ലിക്കേഷനും ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ആപ്ലിക്കേഷനൊക്കെ ഓൺ ആക്കണമെങ്കിൽ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുഴപ്പമില്ല. പുതിയതായിട്ട് അത് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ SMS സെൻഡ് ആയെങ്കിൽ ഓൺ ആകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു 10 രൂപ മുതൽ മുകളിലോട്ട് ടോപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള SMS-കളൊക്കെ അയക്കാനും അങ്ങനെയുള്ള ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കാനും ഒക്കെ നമുക്ക് SMS സെൻഡ് ആവണം. അപ്പോൾ അങ്ങനെ ആ ഒരു ടോപ്പപ്പ് 10 രൂപ മുതൽ ചെയ്യാൻ സാധിക്കും. അടുത്ത ഒരു പ്ലാനാണ് 153 രൂപയുടെ പ്ലാൻ. ഈ ഒരു പ്ലാൻ റീചാർജ് ചെയ്താൽ നമുക്ക് 26 ദിവസത്തെ കാലാവധി ടോട്ടൽ കിട്ടും. 26 ദിവസത്തെ കാലാവധിയോടൊപ്പം തന്നെ 26 GB ടോട്ടൽ കിട്ടും. അതുപോലെ അൺലിമിറ്റഡ് കോളാണ്. ലോക്കൽ ആൻഡ് STD അൺലിമിറ്റഡ് കോൾ ചെയ്യാം. പിന്നെ അതിൽ 100 SMS ഡേ ഉണ്ട്. അതായത് ഡെയിലി നമുക്ക് 100 SMS വെച്ച് കിട്ടും. അതെല്ലാം ഓക്കെയാണ്. പക്ഷേ 26 GB ഡേറ്റ എന്ന് പറയുമ്പോൾ ടോട്ടൽ, അതായത് ഈ പ്ലാൻ ചെയ്യുന്ന അന്ന് മുതൽ 26 ദിവസത്തേക്കാണ് നമുക്ക് ടോട്ടലായിട്ടാണ് 26 GB കിട്ടുക. അപ്പോൾ നമുക്ക് ഈ ഒരു 26 GB എന്നുള്ളത് ഒരു ദിവസം കൊണ്ട് വേണമെങ്കിലും ഉപയോഗിച്ച് തീർക്കാം, 10 ദിവസം കൊണ്ട് വേണമെങ്കിലും തീർക്കാം, ഇനിയല്ല 15 ദിവസം കൊണ്ട് വേണമെങ്കിലും തീർക്കാം. അങ്ങനെയാണ് ഇതിനകത്തിൽ ഡേറ്റ വരുന്നത്. നിങ്ങളത് നോക്കി ഉപയോഗിച്ചില്ലെങ്കിൽ ചിലപ്പോൾ 10 ദിവസം കൊണ്ട് തീരും. വീണ്ടും നിങ്ങൾ അഡീഷണൽ ഡേറ്റയ്ക്ക് മാത്രമായിട്ട് പായ്ക്ക് റീചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഒരു 1 GB കണക്കാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ 26 ദിവസം നിങ്ങൾക്ക് ഡേറ്റ കിട്ടത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് BSNLൻ്റെ ഒരു പുതിയൊരു പ്ലാൻ വന്നത്. മറ്റേ നേരത്തെ പറഞ്ഞ പ്ലാൻ നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ്. അത് ചെറിയൊരു മാറ്റം വരുത്തിയെന്ന് മാത്രം. അപ്പം ഈ 2 പ്ലാനാണ് പുതിയ പ്ലാനുകൾ. അപ്പം പുതിയ പ്ലാനുകൾ വരുന്നതനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നേരത്തെ 107ൻ്റെ പ്ലാനിൻ്റെ വാലിഡിറ്റി മാറ്റിയിരുന്നു. അതിൻ്റെ വീഡിയോ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ട്. BSNL ഇനിയും മുൻപോട്ടുള്ള ദിവസങ്ങളിൽ പുതിയ പ്ലാനുകൾ വരാൻ പോകുന്നു. പഴയ പ്ലാനുകളിൽ മാറ്റം വരാൻ പോകുന്നു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അത് വരുന്നതനുസരിച്ച് ഞാൻ വീഡിയോ രൂപത്തിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഈ 2 പ്ലാനുകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. BSNL ഉപയോഗിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.